നമസ്കാരം. ഇന്ന് കർക്കിടക മാസത്തിൽ നമ്മൾ സേവിക്കുന്ന ഔഷധ കഞ്ഞിയെക്കുറിച്ച് സംസാരിക്കാം. ആദ്യമായി എന്തിന് കഞ്ഞി കുടിക്കുന്നു? കർക്കിടക ചികിത്സ എന്ന സെഗ്മെൻറ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. കർക്കിടക മാസത്തിൽ, അതായത് വർഷകാലത്ത്, നമ്മുടെ ശരീരബലവും ദഹനബലവും വളരെയധികം കുറവായിരിക്കുമെന്ന്. അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽഡായിട്ട് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മുടെ ശരീരത്തിന് ബലവും പ്രതിരോധവും നൽകുന്നതും അതിനോടൊപ്പം തന്നെ ദഹനബലത്തെ സപ്പോർട്ട് ചെയ്യുന്നതും ദഹിക്കാൻ വളരെ എളുപ്പമുള്ളതുമായ ആഹാരവും പാനീയങ്ങളും ഇൻടേക്ക് ചെയ്യുവാൻ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഔഷധക്കഞ്ഞി എന്നൊരാശയം ഉരുത്തിരിഞ്ഞു വരുന്നതും എല്ലാ കർക്കിടക മാസത്തിലും അതിൻ്റെ പ്രാധാന്യം ഏറി വരികയും ചെയ്യുന്നത്. ഔഷധക്കഞ്ഞി ക്ഷീണിച്ചിരിക്കുന്ന ദഹനവ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുകയും അതിലെ പലതരം ഔഷധ ചേരുവകൾ കൊണ്ട് ശരീരബലത്തെയും ആരോഗ്യത്തെയും പ്രതിരോധശേഷിയെയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ കർക്കിടകക്കഞ്ഞി വളരെ പ്രാധാന്യമേറിയതായി മാറുന്നു. ഇനി ഏത് സമയത്ത് കഴിക്കുന്നതാണ് നല്ലത്? പൊതുവേ നമ്മുടെ ആഹാരശീലങ്ങൾ 3 നേരമായിട്ടുള്ള ഭക്ഷണമായിട്ടാണ് നമ്മൾ മലയാളികളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാളികളെന്നല്ല, ഇന്ത്യക്കാർ പൊതുവെ എല്ലാവരും തന്നെ 3 നേരമായിട്ടാണ് ഉൾപ്പെടുത്തുന്നത്. അതായത് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, പ്രാതൽ അല്ലെങ്കിൽ ഡിന്നർ. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് പ്രഭാത ഭക്ഷണമാണ്. കുറഞ്ഞത് 8 മണിക്കെങ്കിലും ഡിന്നർ കഴിക്കേണ്ട, അതായത് വൈകിട്ടത്തെ പ്രാതൽ കഴിക്കേണ്ട, കുറഞ്ഞ 8 മണിക്കെങ്കിലും നമ്മൾ കഴിക്കേണ്ട ഒരു മലയാളി ഇന്ന് 10-നും 11-നും, എന്തിനേറെ പറയുന്നു, അർദ്ധരാത്രി വരെ ഡിന്നർ കഴിച്ചു കാണുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്നിരുന്നാലും കുറഞ്ഞതൊരു 6 മുതൽ 8 മണിക്കൂർ ഇടവേളയുള്ള ഒരു ഫാസ്റ്റിങ്, അതായത് ഉപവാസം ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. ഈ ബ്രേക്ക്ഫാസ്റ്റിലൂടെയാണ് നമുക്ക് വേണ്ടതായിട്ടുള്ള കാൽഷ്യം, അയൺ, വൈറ്റമിൻസ്, നല്ല കൊഴുപ്പുകൾ എന്നിവ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നത്. ഉച്ചയ്ക്കത്തെ ലഞ്ചും അതുപോലത്തെ വൈകുന്നേരത്തെ ഡിന്നറും എല്ലാം തന്നെ നമുക്ക് ശരീരത്തിന് പ്രവർത്തിക്കാനായിട്ടൊരു എനർജി നൽകുന്നതെന്നല്ലാതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലാണ് നമുക്ക് വേണ്ട എല്ലാ പോഷക ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നതും നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നതും. എന്നാൽ തിരക്കിനിടയിൽ എല്ലാവരും ഒഴിവാക്കുന്ന ഒരു ഭക്ഷണമാണ് ഏറ്റവും അത്യാവശ്യമായ ഈ ബ്രേക്ക്ഫാസ്റ്റ്. അത് സ്കിപ്പ് ചെയ്തിട്ട് തലമുടി കൊഴിയുന്നു, മെലിയുന്നു, കോൺസ്റ്റിപ്പേഷൻ, അതായത് മലം പോകാനുള്ള ബുദ്ധിമുട്ട്, ഗ്യാസ് ട്രബിൾ എന്നൊക്കെ പരാതിപ്പെട്ട് നടക്കാനും അതിന് മരുന്ന് കഴിക്കാനും എല്ലാവർക്കും ഇന്ന് സമയമുണ്ട്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മാത്രം സമയമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വെച്ച് എന്ത് മനസ്സിലായി? ഔഷധക്കഞ്ഞി കുടിക്കാൻ ഏറ്റവും ആപ്റ്റായ സമയം പ്രഭാതം തന്നെയാണ്. ഒരു ദിവസത്തെ ആദ്യത്തെ ഭക്ഷണം. കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. എന്താ? പ്രഭാതത്തിലെ ഭക്ഷണം ഒരു മഹാരാജാവിനെ പോലെ കഴിക്കുക, ഉച്ചയ്ക്കത്തെ ഭക്ഷണം സാധാരണ ഒരു മനുഷ്യനെ പോലെ കഴിക്കുക, വൈകിട്ടത്തെ ഭക്ഷണം ഒരു യാചകനെ പോലെ കഴിക്കുക. ആ ഒരു പഴഞ്ചൊല്ലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും പ്രഭാതത്തിലെ ഭക്ഷണത്തിൻ്റെ ആ പ്രാധാന്യം. പിന്നെ ഡിന്നറിന് പകരമായും കഴിക്കുന്നവരുണ്ട് ഈ ഔഷധക്കഞ്ഞി. എന്നാൽ ഔഷധ ഗുണങ്ങൾ ഏറ്റവും വേഗത്തിൽ ശരീരത്തിലേക്ക് പെട്ടെന്നും കൂടുതലായും എത്തിച്ചേരാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അത്രയും എമൗണ്ടിൽ തന്നെ ഔഷധക്കഞ്ഞി കുടിക്കുന്നതായിരിക്കും ആ സമയത്ത് ഉത്തമം. ഇനി എന്തൊക്കെ പഥ്യങ്ങളാണ് നമ്മൾ ഈ സമയത്ത് എടുക്കേണ്ടത്? ഓൾറെഡി നമുക്ക് ഞാൻ പറഞ്ഞു, ദഹനബലവും ശരീരബലവും കുറവാണ് ഈ മഴക്കാലത്ത്, അതായത് വിസർഗകാലത്ത് അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ. അപ്പോൾ എന്തായാലും നമ്മൾ കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. നോൺ വെജുകളൊക്കെ ഒഴിവാക്കുന്നതാണ് ഈ സമയത്ത് പൊതുവേ നല്ലത്. പ്രത്യേകിച്ച് ഔഷധക്കഞ്ഞി കൂടി സേവിക്കുകയൂടി ചെയ്യുമ്പോൾ നമ്മൾ പുകയില, മദ്യപാനം, മത്സ്യമാംസാദികൾ, പുകവലി, ചായ എന്നിവ ഒഴിവാക്കാവുന്നതാണ്. ചായയ്ക്ക് പകരം നമുക്ക് പാലും വെള്ളമായിട്ട് കുടിക്കാം, അതിന് കുഴപ്പമില്ല കേട്ടോ. ചായ എന്നുള്ളൊരു ചേരുവയാണ് നമ്മൾ ഒഴിവാക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് ഒഴിവാക്കി ഔഷധക്കഞ്ഞി സേവിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇനി ഔഷധക്കഞ്ഞിയുടെ സമയത്ത് നമുക്ക് വ്യായാമങ്ങൾ, കഞ്ഞി കുടിക്കുന്ന ആ ഒരു സമയത്ത്, അല്ലെ കർക്കിടക ചികിത്സ എടുക്കുന്ന സമയത്ത്, കഞ്ഞി കുടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വ്യായാമങ്ങൾ ചെയ്യാമോ? ഇപ്പോൾ കട്ടിയുള്ള വ്യായാമങ്ങൾ തുടങ്ങണം, അതായത് ജിമ്മിലൊക്കെ പോകണം, വല്ല ഹെവി വർക്കൗട്ടൊക്കെ ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്നവർ, എന്നാൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്ന് കരുതുന്നവരെ സംബന്ധിച്ച് കർക്കിടക ചികിത്സയും കഞ്ഞി സേവയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം അവർ അത് തുടങ്ങുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനി ഹെവി വർക്കൗട്ട് ചെയ്ത് ശീലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, സ്ഥിരമായി ചെയ്യുന്ന ഒരാളാണ് കർക്കിടക കഞ്ഞി സേവിക്കുന്നതെങ്കിൽ അതിൽ നിന്നും ലൈറ്റായിട്ടുള്ള വ്യായാമങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അതുമാത്രം ഈ ഒരു സമയത്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്തായാലും എല്ലാ കാലത്തും നമ്മുടെ ബലത്തിനും നമ്മുടെ ശക്തിക്കും കറക്റ്റ് പകുതി ബലമുള്ളതും ശക്തിയുള്ളതുമായുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് എപ്പോഴും ശരീരത്തിനൊരു ആരോഗ്യം പ്രദാനം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് വളരെ കുറഞ്ഞ തോതിൽ വ്യായാമങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല.
എന്തുകൊണ്ടാണ് ശരീരത്തിൻ്റെ പകുതി ബലത്തിൽ വ്യായാമം ചെയ്യണമെന്ന് പറയുന്നത്? ഒരു ഉദാഹരണം പറയാം. സിംഹം പല മൃഗങ്ങളെയും വേട്ടയാടി ഭക്ഷിക്കുന്നുണ്ട്, മാനിനെയും മുയലിനെയും ഒക്കെ. ഈ മാനിനെയും മുയലിനെയും വേട്ടയാടി ഭക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു സിംഹം ഒരു ആനയെ വേട്ടയാടി ഭക്ഷിക്കുന്നത്. ആനയെ വേട്ടയാടി ഭക്ഷിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം? ആദ്യം ആനയുടെ പുറത്ത് അത് ചാടി കയറി കുറേ പരാക്രമങ്ങളൊക്കെ കാണിച്ചിട്ട് വേണം ആനയെ ഒന്ന് കീഴ്പ്പെടുത്താൻ. ഒടുവിൽ ആനയെ കീഴ്പ്പെടുത്തി അതിനെ ഭക്ഷിക്കാൻ പാകത്തിന് അതിനെ കൊന്ന് ഒരു പരുവത്തിലെത്തുമ്പോഴേക്കും സിംഹത്തിൻ്റെ ഒരു പകുതി ജീവൻ പോയി കാണും, അല്ലേ? അതിന് ആ ഭക്ഷണം എടുക്കാൻ പോലുമുള്ള ഒരു ശക്തി കാണില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ അമിതമായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ ഈ വ്യായാമം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ബലത്തെയും ശരീരത്തിൻ്റെ ശക്തിയെയും എല്ലാം കുറയ്ക്കും. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ പകുതി ബലത്തിൽ നമ്മളെപ്പോഴും വ്യായാമം ചെയ്യാനായിട്ട് പറയുന്നത്. അതൊക്കെ പോട്ടെ. എന്തായാലും കുറഞ്ഞ അളവിൽ വ്യായാമം ചെയ്യുന്നത് കൊണ്ട് കുറ്റമില്ല. എന്നാൽ വ്യായാമം ഇതുവരെയായിട്ടും ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ കഞ്ഞി കുടിക്കുകയും കർക്കിടക ചികിത്സകൾ എടുക്കുകയും ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി എത്ര കാലം കഞ്ഞി കുടിക്കണം? 7 മുതൽ 14 ദിവസം വരെ, അതായത് 2 ആഴ്ച, ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ സേവിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണ് സാധാരണ സേവിക്കാറ്. ഏറെ ആൾക്കാരും 7 ദിവസത്തെ കഞ്ഞിസേവയാണ് ചെയ്യാറ്. എന്നാൽ എക്സ്റ്റേണൽ ചികിത്സകൾ, അതായത് എണ്ണ തേപ്പ്, കിഴി തുടങ്ങിയവയൊക്കെ ചെയ്തുകൊണ്ട് കഞ്ഞി കുടിക്കുന്നവരെ സംബന്ധിച്ച് 14 ദിവസം കഞ്ഞിസേവ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ആർക്കൊക്കെ എങ്ങനെയൊക്കെ കഞ്ഞി വെച്ച് കഴിക്കാം? മിക്ക ഔഷധക്കൂട്ടുകളിലും ലഭിക്കുക ഏകദേശം എല്ലാം സെയിം മരുന്നുകളൊക്കെ തന്നെയാണ്. അതിലെ അരികളാണെങ്കിലും ധാന്യങ്ങളാണെങ്കിലും ഞവരയരി, ആശാളി, ഉലുവ ഇതൊക്കെ തന്നെയും അതിലുള്ള ഔഷധ ചൂർണത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റും മിക്ക ഔഷധക്കൂട്ടുകളിലും ഔഷധ കഞ്ഞി കിറ്റുകളിലും ഏകദേശം സെയിമൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ അതിൽ മാറ്റം വരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഓരോ പേഴ്സൺസിനനുസരിച്ച് അതിലുള്ള ധാന്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ചെറുപ്പക്കാരിലും കുഞ്ഞുങ്ങൾക്കും പ്രത്യേകിച്ച് മെറ്റബോളിക് ഡിസോർഡർ ഒന്നും ഇല്ലാത്ത, അതായത് ഷുഗർ, പ്രഷർ, ഹാർട്ട് ഡിസോർഡേഴ്സ് അങ്ങനെയൊന്നും ഇല്ലാത്ത പ്രായമായവർക്കും, അതായത് ചെറുപ്പക്കാരിലും കുഞ്ഞുങ്ങൾക്കും പ്രത്യേകിച്ച് മെറ്റാബോളിക് ഡിസോർഡേഴ്സ് ഒന്നുമില്ലാത്ത പ്രായമായവർക്കും ഗർഭിണിക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും എല്ലാം സാധാരണ കഞ്ഞിക്കിറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ് പറഞ്ഞല്ലോ, ഷുഗർ, ഹാർട്ട് ഡിസീസസ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള മെറ്റബോളിക് ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് അതിലുള്ള അരിയിലും മേമ്പൊടിയിലും ഒക്കെ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. അതായത് ഞവരയരി, ഉണക്കലരി എന്നിവയൊന്നും അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. പകരം നുറുക്ക് ഗോതമ്പ്, തിന, ബാർലി, ചാമ എന്നിവയൊക്കെ ആ ധാന്യങ്ങൾക്ക് പകരമായി മാത്രം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മളതിൻ്റെ സ്വാദ് കൂട്ടാൻ വേണ്ടി തേങ്ങാപ്പാൽ ആഡ് ചെയ്യാറുണ്ട്, ശർക്കര ആഡ് ചെയ്യാറുണ്ട്, നെയ്യ് ആഡ് ചെയ്യാറുണ്ട്. ഇതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. അവർക്ക് ജസ്റ്റ് കഞ്ഞി വെക്കുക, കുടിക്കുക. ആ കഞ്ഞിയിലുള്ള ധാന്യങ്ങൾക്ക് ഒന്ന് മാറ്റം വരുത്തുക. അത് ഞവരയരി, ഉണക്കലരി എന്നിവയ്ക്ക് പകരം നുറുക്ക് ഗോതമ്പോ തിനയോ ബാർലിയോ ചാമയോ ഒക്കെ ഇട്ട് വെച്ച് നമുക്ക് കഞ്ഞി കുടിക്കാവുന്നതാണ്. ഇനി കുഞ്ഞുങ്ങൾക്കും ഈ ദേഹാധ്വാനമുള്ള ജോലികൾ ചെയ്യുന്ന ഈ യുവതലമുറയിൽപ്പെട്ട ആൾക്കാർക്കും ഒക്കെയുണ്ട്. അവർക്ക് ഈ ധാന്യങ്ങളുടെ കൂട്ടത്തിൽ പഞ്ഞപ്പുല്ല്, അതായത് മുത്താറി, കടലപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, വൻപയർ പരിപ്പ്, അതുപോലെ ഉഴുന്ന് ഇതൊക്കെ ആഡ് ചെയ്ത് ഔഷധചൂർണത്തിൻ്റെയും അതിലുള്ള ധാന്യത്തിൻ്റെത് ഞവരയരി, ഉലുവ, ആശാളി ഇവയുടെയൊക്കെ കൂടിയും ആഡ് ചെയ്ത് ഒരു നല്ല ഔഷധമേറിയ കുറച്ചുകൂടി ശരീരബലം കൂട്ടുന്നതായിട്ടുള്ള ആ ഒരു കഞ്ഞിയായിട്ട് സേവിക്കാവുന്നതാണ്. നമുക്ക് പാലറ്റബിൾ ആക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞു, അതിൽ തേങ്ങാപ്പാലോ ശർക്കരയോ നെയ്യിൽ മൂപ്പിച്ച ഉള്ളിയോ ആവശ്യാനുസരണം ആഡ് ചെയ്യാവുന്നതാണ്. പനിയും ജലദോഷവും ഒക്കെ ഉള്ളപ്പോഴൊക്കെയും നമുക്ക് ഔഷധക്കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ പാല്, ശർക്കര, നെയ്യ് എന്നിവയൊക്കെ ഒഴിവാക്കി നമുക്ക് സേവിക്കാവുന്നതാണ്. ഇനി കഞ്ഞിയുടെ കൂടെ കറി എന്താ എന്നൊക്കെ ചിലർ ചോദിക്കും, അല്ലേ? സാധാരണ കറിയുടെ ആവശ്യമില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങാപ്പാലും ശർക്കരയും നെയ്യിൽ മൂപ്പിച്ച ഉള്ളിയും ഒക്കെ ആഡ് ചെയ്യുമ്പോഴേ ആ കഞ്ഞി കുറച്ച് സ്വാദിഷ്ടമാകും. കുറച്ച് ഇന്ദുപ്പൂടെ ചേർത്താൽ പിന്നെ കറിയുടെ ആവശ്യമില്ല. എന്നാൽ കറി കൂടിയേ തീരൂ അങ്ങനെ നിർബന്ധം പിടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തേങ്ങായും എണ്ണയും ഒക്കെ കുറച്ച് എന്തെങ്കിലും പച്ചക്കറിയുടെ തോരനോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ചമ്മന്തിയോ ഒക്കെ നമുക്കിതിൻ്റെ കൂടെ കൂട്ടാവുന്നതാണ്. ആ ഒരു സന്ദർഭത്തിലാണ് പത്തിലത്തോരൻ്റെ ഇമ്പോർട്ടൻ്റ് വരുന്നത്. പത്തിലത്തോരൻ നമ്മുടെ തൊടികളിലൊക്കെ ഉള്ള പത്തിലകൾ തന്നെയാണ്. ആ പത്തില സ്വാദിഷ്ടമാണ്. നമ്മൾ സാധാരണ മുരിങ്ങയില, ചീരയില ഇതൊക്കെ നമ്മൾ തോരൻ വെച്ച് കഴിക്കാറുണ്ടല്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് പത്തില തോരനുള്ളത്.
പ്രത്യേകിച്ച് മഴക്കാലത്ത് ധാരാളം ഇലകൾ, പത്തിലകളിൽ പെടുന്ന ധാരാളം പത്തിലകൾ തന്നെയും നമ്മുടെ തൊടികളിലൊക്കെ ധാരാളം ഉള്ളതാണ്. അതൊക്കെയും നമുക്ക് കഞ്ഞിക്ക്, ഔഷധ കഞ്ഞിക്ക് ഒരു കറിയായിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. ഈ പത്തില തോരൻ്റെയും ഓരോരുത്തർക്കും ഉപയോഗിക്കേണ്ട ഔഷധ കഞ്ഞിയുടെയും ഒക്കെ ഡീറ്റെയിൽസും അതിനുള്ള ഡിഫറൻസും ഒക്കെ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ കർക്കിടകത്തിലെങ്കിലും, ഇതിപ്പോൾ ഇന്നിപ്പോൾ കർക്കിടകം പിറന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കർക്കിടകത്തിലെങ്കിലും നമുക്ക് പരിപാലനം, നമ്മുടെ ആരോഗ്യത്തിൻ്റെ പരിപാലനം, അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സിൻ്റെ പരിപാലനം, നമ്മുടെ ശരീരത്തിൻ്റെ പരിപാലനം നമുക്കൊന്ന് തുടങ്ങി വെക്കാം. ഇത്രയും നാൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിട്ടു. ഈ ഒരു കർക്കിടകത്തിലെങ്കിലും നമുക്കൊന്ന് തുടങ്ങി വെക്കാം, ഒരു ആരോഗ്യമുള്ള നാളേക്ക് വേണ്ടി. നന്ദി.